അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ദുനിയാവിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും പല രൂപത്തിലും. സാമ്പത്തിക തകർച്ച, ശാരീരികമായ രോഗങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അള്ളാഹു പരീക്ഷിക്കും. സാമ്പത്തികമാകാം, ശാരീരികമാകാം, മക്കൾ മരണപ്പെട്ടുകൊണ്ടാകാം. അങ്ങനെ പല രൂപത്തിലും അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹു പരീക്ഷിക്കും, ബിസിനസ്സിൽ തകർന്നുകൊണ്ട്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. ആ പരീക്ഷണങ്ങളെയൊക്കെ ഈമാനികമായ ഊർജം കൊണ്ട്, കുവ്വത്ത് കൊണ്ട് നേരിട്ട് അതിനെ അതിജയിച്ചുകൊണ്ട് നമ്മുടെ ഈമാനൊന്ന് സുബൂത്താക്കി അതിന് നല്ല യഖീൻ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നാം വിജയിച്ചു എന്ന് പറയാൻ കഴിയുക. ഈ ദുനിയാവ് മാത്രം നമുക്ക് വിജയിച്ചാൽ പോലല്ലോ, ദുനിയാവും വേണം, അതിലേറെ ആഖിറത്തിലും നമ്മൾ വിജയിക്കണം. അപ്പം റബ്ബന ആതിനാ ഫിദ് ദുനിയ വഫിൽ ആഖിറത്തി ഹസന, അങ്ങനെയാണല്ലോ. ദുനിയാവിലും വേണം, ആഖിറത്തിലും വേണം. ദുനിയാവ് മാത്രം പോരാ. അപ്പം ആഖിറത്തിൽ രക്ഷപ്പെട്ട് കിട്ടാനുള്ള കാര്യങ്ങളുമായി നമ്മൾ കൂടുതൽ ബന്ധപ്പെടണം. ഇബാദത്തും തഖ്വയും നമ്മൾ വർദ്ധിപ്പിക്കണം. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ സൃഷ്ടാവിനോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം, മാപ്പാക്കിപ്പിക്കണം. എന്നിട്ട് ശിഷ്ടജീവിതം പഠിച്ചവൻ്റെ പൊരുത്തത്തിലായി ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, നിഫാഖ് കൽബിൽ നിന്ന്, കാപട്യം കൽബിൽ നിന്ന് തീർത്തും ഒഴിവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു ദിക്ർ പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ ഉപയോഗപ്പെടുത്തൂ. ദുനിയാവ് മാത്രം പോരല്ലോ, നമുക്ക് ആഖിറവും വേണ്ട. ഈമാൻ കിട്ടി മരിക്കണ്ടേ? അത് രക്ഷപ്പെടാൻ, ആഖിറം രക്ഷപ്പെടാൻ ആവശ്യമായ ഒരു ദിക്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആവശ്യമുള്ളവർ ഉപയോഗപ്പെടുത്തൂ, അല്ലാത്തവർ ഉപയോഗപ്പെടുത്തണം എന്നില്ല. ഞാൻ പറഞ്ഞു തരുന്നത് സുബഹിൻ്റെ മുമ്പ്, അതായത് സുബഹിൻ്റെ മുമ്പ് ഏതെങ്കിലും സമയത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ സുബഹി ബാങ്ക് കൊടുത്ത് ഫർദ് നിസ്കാരത്തിന് മുമ്പ്, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഒരല്പസമയം നിങ്ങൾ മെനക്കെടുക. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ആകെ വേണ്ടത് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത്, അങ്ങനെ 40 പ്രാവശ്യം ചൊല്ലുക. മഹാന്മാർ നിർദ്ദേശിച്ചതാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത് എന്ന് മാത്രം 40 പ്രാവശ്യം ചെയ്യുക. ഖിബിലക്ക് മുന്നിടുക, ഉണ്ടാകുമല്ലോ. പിന്നെ നല്ല യഖീൻ വേണമെങ്കിൽ കൈ നെഞ്ചത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് നോക്കും, വലത് ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത് ഇങ്ങനെ 40 പ്രാവശ്യം ചൊല്ലുക. തുടർന്ന് പോകട്ടെ. അങ്ങനെ ഈമാൻ കിട്ടി മരിക്കുന്നത് യാതൊരു സംശയമില്ല. നിഫാഖിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹുവിൻ്റെ ഹിഫ്ലിലും ഹിമായത്തിലാകും. പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ നല്ല യഖീനോടുകൂടി നോക്കിക്കോളൂ. അള്ളാഹു നമ്മൾ ഈമാൻ സലാമത്താക്കി തരട്ടെ. ആഖിബത്ത് അള്ളാഹു ഒന്നാക്കി തരട്ടെ. മരണസമയത്ത് പുഞ്ചിരിച്ച് മരിക്കുന്ന സ്വാലിഹീങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹ് 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 എന്ന് അള്ളാഹുവിനെ ഉറക്കെ വിളിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.